ഇന്നലെ രാത്രി കൊച്ചിയെ ആശങ്കയിലാക്കിയ ആ വാർത്തയിലേക്കാണ്. കൊച്ചി കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ടാങ്കറിൽ നിന്നുണ്ടായ വാതക ചോർച്ച അടച്ചു. പ്രൊപ്പലീനുമായി പോയ ടാങ്കറാണ് രാത്രി TVS ജംഗ്ഷനിൽ മറിഞ്ഞത്. കളമശ്ശേരിയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും ഒഴിവാക്കി. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, വാതക ചോർച്ച എന്താണെങ്കിലും ഒഴിവായി. കളമശ്ശേരിയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തായിരുന്നു സംഭവിച്ചത്? സംഗീത, ഇന്നലെ രാത്രിയോടെയായിരുന്നു കളമശ്ശേരി TVS കവലയ്ക്ക് സമീപം വെച്ചിട്ട് ടാങ്കർ ലോറി, പ്രൊപ്പലീൻ വാതകവുമായി പോയ ടാങ്കർ ലോറി മറിഞ്ഞത്. 18 ടൺ പ്രൊപ്പലീൻ ഗ്യാസ് ആയിരുന്നു ടാങ്കർ ലോറിയിൽ ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കവലയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഈ വളവിൽ വെച്ച് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടാങ്കർ ലോറി മറിയുകയും ഇതിനെ തുടർന്ന് വാതക ചോർച്ച ഉണ്ടാകുകയുമാണ് ചെയ്തത്. ഇത് പ്രധാനമായും BPCL, ഇരുമ്പനം BPCL റിഫൈനറിയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകുന്ന പ്രൊപ്പലീൻ ഗ്യാസ് ആയിരുന്നു. ഇവിടെ വെച്ച് ടാങ്കർ ലോറി മറിയുകയും ഇതിനെ തുടർന്ന് സംഭവം പോലീസും ഫയർഫോഴ്സും BPCLലെ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ടാങ്കർ ലോറി ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിച്ചു. ഉയർത്തുന്നതിനിടയിലായിരുന്നു ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അടിയന്തര നടപടി എന്നോണം ഗതാഗത നിയന്ത്രണം പോലീസ് ഇവിടെ ഗതാഗത നിയന്ത്രണം വരുത്തി. അതിനുശേഷമാണ് ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ടാങ്കർ ലോറി ഉയർത്തിയത്. തുടർന്ന് ടാങ്കർ ലോറി പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം റെഗുലേറ്റർ ഭാഗത്തുണ്ടായ വാതക ചോർച്ച ഒരു മിശ്രിതം ഉപയോഗിച്ച് ഇവർ നികത്തി. ഇതിനുശേഷം ഇപ്പോൾ TVS കവലയ്ക്ക് സമീപം തന്നെയുള്ള ഭാഗത്ത് ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ ഭാഗത്തായിരുന്നു വാതക ചോർച്ച ഉണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ മറ്റൊരു മിശ്രിതം ഉപയോഗിച്ച് ഈ റെഗുലേറ്റർ ഭാഗത്ത് ഇപ്പോൾ വാതക ചോർച്ച നിയന്ത്രണം വിധേയമാക്കിയിരിക്കുകയാണ്. ഇതിനുശേഷം ഇപ്പോൾ ഇരുമ്പനം ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 10 മണിക്ക് മുൻപ് BPCL ഇരുമ്പനത്തിൽ നിന്നും മറ്റൊരു ലോറി ക്യാബിൻ വരും. കാരണം അപകട സമയത്ത് വെച്ച് ഈ ലോറി ക്യാബിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഗുജറാത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. ആയതിനാൽ ഇരുമ്പനത്തിൽ നിന്ന് മറ്റൊരു ലോറി ക്യാബിൻ എത്തുകയും തുടർന്ന് ഈ ടാങ്കർ, വാതകം നിറച്ച ടാങ്കർ ഇരുമ്പനത്തെ BPCL റിഫൈനറിയിലേക്ക് കൊണ്ടുപോവുകയും അതിനുശേഷം മറ്റൊരു ടാങ്കറിലേക്ക് ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന 18 ടൺ പ്രൊപ്പലീൻ ഗ്യാസ് മാറ്റുകയും ചെയ്യും. പിന്നീട് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഗുജറാത്തിലേക്ക് യാത്ര തിരിക്കുക. എന്നിരുന്നാലും കളമശ്ശേരി ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടായ വലിയൊരു ദുരന്തം തന്നെയാണ് പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും BPCL അധികൃതരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം മാറിയത്. സംഗീത, ടാങ്കർ അപകടത്തിൽ പെടുന്നത് എങ്ങനെയാണ്? സംഗീത, ഇത് പ്രധാനമായും HMT ജംഗ്ഷനിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോലീസ് ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കാരണം ആലുവ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ HMT ജംഗ്ഷൻ വഴി ഇവിടെ TVS കവല വഴി തിരിഞ്ഞു വേണം വീണ്ടും ആലുവയ്ക്ക് പോകാൻ. അല്ലാത്ത വാഹനങ്ങളും എടപ്പള്ളിയിലേക്ക് പോകാനും HMT ജംഗ്ഷൻ വഴിയാണ് പോകേണ്ടത്. ഇത് വലിയൊരു വളവാണ് ഇവിടെ ഉള്ളത്, വലിയൊരു വളവാണിത്. ആയതിനാൽ തന്നെ ഇതിനകത്ത് 18 ടൺ, നേരത്തെ പറഞ്ഞതുപോലെ 18 ടൺ പ്രൊപ്പലീൻ ഗ്യാസ് ആയിരുന്നു ഉണ്ടായത്. ഏകദേശം 11 മണിയോടെ ഈ വളവ് തിരിക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ടതായാണ് ലോറി ഡ്രൈവർ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ പോലീസ് പറയുന്നതനുസരിച്ച് ഈ ഡ്രൈവർ ഇതിനു മുൻപും ഈ ഭാഗത്തുകൂടെ ഇത്രയധികം ലോഡുമായി യാത്ര ചെയ്തിരുന്നു. പക്ഷേ പെട്ടെന്നുണ്ടായ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ടാങ്കർ ലോറി മറിഞ്ഞത്. ആ മറിഞ്ഞ ഉടനെ തന്നെ വിവരം പോലീസ് അറിയുകയും സംഭവ സ്ഥലത്ത് എത്തുകയും കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. എന്നിരുന്നാലും വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് നമുക്ക് പറയാം. കാരണം ഈ പ്രൊപ്പലീൻ ഗ്യാസ് വളരെയധികം തീപിടുത്തം ഉണ്ടാവാൻ സാഹചര്യമുള്ളൊരു വാതകമാണ്. രാത്രി സമയത്തായതുകൊണ്ടും ഗതാഗതം വാഹനങ്ങൾ കുറവായതും കൊണ്ടുമാണ് പെട്ടെന്ന് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഏകദേശം 11 മണിയോടെ ഉണ്ടായ അപകടം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഒഴിവാക്കാൻ ഏകദേശം 6-7 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ വാഹനം ഇത്തരത്തിലുള്ള രീതിയിൽ മാറ്റി സ്ഥാപിക്കാൻ പോലീസിനും ഫയർഫോഴ്സിനും BPCL അധികൃതർക്കും കഴിഞ്ഞത്. സംഗീത, തീർച്ചയായും ഹാൻസ്, വ്യക്തമാണ്. കൊച്ചി കളമശ്ശേരിയിലാണ് ഈ സംഭവങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാകുന്നത്. വാതക ചോർച്ച അടയ്ക്കാനായി പ്രൊപ്പലീനുമായി പോയ ടാങ്കറായിരുന്നു രാത്രി TVS ജംഗ്ഷനിൽ വെച്ച് മറിഞ്ഞത്. കളമശ്ശേരിയിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണവും ഒഴിവാക്കിയിട്ടുണ്ട്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.